അർബുദ രോഗബാധിതനായ 26-കാരൻ അടിയന്തര ചികിത്സയ്ക്ക് സഹായം തേടുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി ഷാമിൻ ഇബ്രാഹിമാണ് സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുന്നത്. കീമോ ഉൾപ്പെടെയുള്ള ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ ചിലവ് വേണമെന്നിരിക്കെ എന്തു ചെയ്യണമെന്ന ആശങ്കയിലാണ് ഷാമിന്റെ നിർധന കുടുംബം. നെയ്യാറ്റിൻകര വെള്ളറട മൂങ്ങോട് ഷമീം മൻസിലിൽ ഇബ്രാഹിം സബീന ദമ്പതികളുടെ മകനായ ഷമീം ഇബ്രാഹിന് വിദേശത്ത് ജോലി ചെയ്യുമ്പോഴാണ് ആദ്യ ലക്ഷണങ്ങൾ കാണുന്നത്. വിട്ടുമാറാത്ത ചുമയെ തുടർന്ന് ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ബി സെൽ ലിംഫോമ എന്ന അർബുദമാണ് ഷമീൻ ഇബ്രാഹിമിനെ പിടിപെട്ടതെന്ന് കണ്ടെത്തി. തുടർന്ന് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സ തേടി. ഇതിനോടകം 6 കീമോയ്ക്ക് വിധേയനായ ഷമീമിന് ഇനിയും 6 കീമോയും ഹാർട്ടിസെൽ ട്രാൻസ്പ്ലാന്റേഷനും മാത്രമാണ് പരിഹാരമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. ചികിത്സയ്ക്ക് വേണ്ടതാകട്ടെ 60 ലക്ഷത്തിലധികം രൂപയും. ഷമീമിന്റെ പിതാവ് ഇബ്രാഹിമിന് കടുത്ത അർബുദ രോഗം ബാധിച്ചതിനെ തുടർന്ന് കാൽവിരലുകൾ നീക്കം ചെയ്തതോടെ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഒരു കീമോയ്ക്ക് തന്നെ 4 ലക്ഷം രൂപ ചിലവുണ്ട്. പിന്നെ ട്രാൻസ്പ്ലാന്റേഷനാണ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ. കീമോ വന്നിട്ട് 5 കീമോ ഇനി വേണം. അപ്പം 4 ലക്ഷത്തിൻ്റെ 5 കീമോയും വേണം, ട്രാൻസ്പ്ലാന്റേഷനും എല്ലാം കൂടി ആകുമ്പോൾ 60 ലക്ഷം രൂപയ്ക്ക് മുകളിലാവും. അപ്പം മുന്നോട്ടുള്ള ചികിത്സയ്ക്കുള്ള പൈസ എന്നെ കൊണ്ട് പറ്റത്തില്ല. കാര്യം എൻ്റെ വീട്ടുകാർക്കും പറ്റത്തില്ല. വാപ്പാക്കും വയ്യ, വാപ്പാൻ്റെ കാല് വയ്യ, അതേപടി എനിക്കും വയ്യ. അപ്പം ഉമ്മ മാത്രമാണ് ഉള്ളത്. ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ അതിന് സുഖമില്ല. കാല് വിരലൊക്കെ എടുത്ത് അതും ചികിത്സയിലാണ്. അതും കുറച്ച് നാളായി ചികിത്സയിലാണ്. പിന്നെ ഒരു മോനാണ് എനിക്കുള്ളത്. വേറെ ആരും എനിക്കില്ല. അവനെ എൻ്റെ ജീവിതത്തിലോട്ട് എനിക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് എല്ലാവരുടെ മുമ്പിലും ഞാൻ അപേക്ഷിക്കുകയാണ് എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട്. കുടുംബത്തിന് ആകെയുള്ള 4.5 സെന്റ് സ്ഥലവും വീടും കേരള ബാങ്കിൽ പണയത്തിലാണ്. ആരെങ്കിലും സഹായമായി എത്തുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. ഇതിലേക്കായി SBI കുടപ്പനമൂട് ശാഖയിൽ ഷമീൻ ഇബ്രാഹിമിന്റെ പേരിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.